എങ്ങനെയുണ്ട് ഈ നമ്മുടെ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം? എന്റെ പൊന്നേ, കൊറേ നാള് വെള്ളം കുടിക്കാതെ വെള്ളം കുടിച്ചൊരു ഫീലാടാ. എന്താണ് നമുക്ക് ഉണ്ടാക്കി തരാം? ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് പിടിയും ബീഫ് കറിയാണ്. പിടിയും ബീഫ് കറി നല്ല ഉഗ്രൻ കോമ്പിനേഷനിലല്ലേ? അപ്പൊ ചേച്ചി നമ്മള് ആ പേര് ഞാൻ മറന്നുപോയി. ബീഫ് പാല് പിഴിഞ്ഞതും പിടി. ബീഫ് പാല് പിഴിഞ്ഞതും പിടി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാം. എന്താണ് നമ്മുടെ ആദ്യം നമുക്ക് ഈ ബീഫ് എടുത്ത് കുക്കറിലോട്ട് അങ്ങ് തട്ടാം. വെള്ളം വേണ്ട? വെള്ളം വേണ്ട, കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഓ ശരി. 2 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. 2 കിലോ ബീഫ്. എന്തിനാണ് ഇത്രമാത്രം ഉണ്ടാക്കണേന്ന് ചോദിച്ചാൽ ലൊക്കേഷനിൽ നിറയെ ആൾക്കാരുണ്ട്. ഈ ബീഫിലോട്ട് ആ വെളുത്തുള്ളി ചതച്ചത് ഇതങ്ങ് മൊത്തം ഇട്ടോ. ഇതിന് എല്ലാം ഇച്ചിരി അധികം വേണം. ഇത് നമുക്ക് നമ്മുടെ കുഞ്ഞുള്ളി വട്ടത്തിലരിഞ്ഞതാ. പച്ചമുളക് വേണം, വേപ്പില, ഇഞ്ചി, സവാളയുണ്ട്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, വീട്ടിൽ പൊടിച്ച ഗരം മസാല, തക്കാളി, ഇഞ്ചി ഇടണം. ഇനി നമ്മൾ ഇഞ്ചി ഇടണം. മുഴുവനും ഇടണ്ട, നമുക്ക് പകുതി കുറച്ച് മതി അല്ലേ? ഇച്ചിരി കൂടി ഇട്ടോ. മതി. അപ്പൊ ഇഞ്ചി ഇതേപോലെ നീളത്തിലരിഞ്ഞത്. ഒന്നാം പാലും രണ്ടാം പാലും ഉണ്ട്. ഇപ്പൊ രണ്ടാം പാല് നമ്മൾ പകുതി ഇതിനകത്ത് ഒഴിക്കും. അല്ല നിക്ക്, അതിന് സമയമായിട്ടില്ല, പറയാം. ഇനി പച്ചമുളക് എത്ര എണ്ണം വേണം? പച്ചമുളക് കിട്ടോ, മുഴുവൻ കിട്ടോ. വേപ്പില അതും കുറച്ചും കിട്ടോ. ഉപ്പ് പ്രധാന ഐറ്റം. അതൊരു കൈപ്പൊടിയാണ്. മഞ്ഞപ്പൊടി. ഇനി ഗരം മസാല. ഇനിയാണ് ഇതിൻ്റെ അകത്തെ പരിപാടി. ഇതിപ്പോ ആര് കുഴയ്ക്കും? നല്ലോണം കൈ കൊണ്ട് ഞാനിടണം. എല്ലാ ദേഷ്യവും അതിനകത്ത് തീർക്കണം. പിടി അങ്ങോട്ട്. ഞാൻ അപ്പൊ ഇടയ്ക്ക് പാലം കൊണ്ട് തരാം കേട്ടോ. ഇച്ചിരി തേങ്ങാപ്പാലൊരു ഇതിന് വേണ്ടിട്ട് ഒഴിച്ചു തരട്ടെ. കൈ മാറ്റി കേടാർക്ക അതിന് ഞാരിടണം അങ്ങോട്ട്. ആ പച്ചമുളക് അങ്ങോട്ട് ആക്കിക്കോ. അയ്യോ, 1 മിനിറ്റ്. ലൈറ്റർ മുത്തേ, എടി ആ ലൈറ്ററിങ് എടുത്തിട്ട് വന്നു കുഞ്ഞ്. ഓടിവാ. മറന്നു. അഭിനയിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അത് പാതിക്ക് നിർത്തിയിട്ട് ലൈറ്റർ എടുത്തോണ്ട് വന്നാട്ടെ. ഇതൊന്ന് എടുത്തു വെച്ചിട്ട് നിന്നൂടെ എന്റെ അമ്മ? ദൈവത്തിന് വിചാരിച്ചു കത്തിച്ചോ. കത്തി വെക്കട്ടെ. ഈ ബീഫ് ഇവിടെ ഇരുന്ന് കുറച്ച് സ്റ്റീം അങ്ങോട്ട് വരട്ടെ. ഒരു 6-7 എണ്ണം ഒക്കെ പോട്ടെ. അപ്പൊ ഇത് വേവിക്കാൻ വെച്ച് ഇനി നമുക്കേ പിടിയുണ്ട്. പിടി. അപ്പൊ പിടിക്ക് വേണ്ടിയിട്ട് ആദ്യം അരിപ്പൊടിയാണിത്. അരിപ്പൊടി എന്ന് പറഞ്ഞാല് പുട്ടിന്റെ പൊടിയാണ്. ഇതിപ്പോ 2 കിലോ പൊടിയുണ്ട്. നമ്മൾ 2 കിലോ ബീഫും 2 കിലോ പൊടി. ഇപ്പൊ ഇനി പിടി കുഴയ്ക്കാൻ നേരത്ത് വേണ്ടതാണ് ഒരു കുടം വെളുത്തുള്ളി. ജീരകമുണ്ട്, കുഞ്ഞു ജീരകവും വെളുത്തുള്ളിയും കൂടി നല്ലോണം അരച്ചതാണ്. മിക്സിയിലിട്ട് സാധാരണ കല്ലിൽ വെച്ച് അരച്ചാൽ ജീരകം നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇത് പത്രയ്ക്ക് അങ്ങോട്ട് അരഞ്ഞിട്ടില്ല. പിന്നെ തേങ്ങ ചിരവിയത്. അയ്യോ, എന്റെ തേങ്ങ ചിരവിയത് എന്റെ മുത്തേ. അപ്പൊ ഇതിന് വേണ്ടത് ഇത് തേങ്ങ ചിരവിയത്, വെള്ളം, വെട്ടി തിളച്ച വെള്ളം വേണം. തുടങ്ങിയ വെക്ക്. അപ്പൊ നമുക്ക് തിളച്ച വെള്ളത്തിലൊക്കെ കൈ ഇടാൻ വേണ്ടി എന്റെ കൈ വീണ്ടും ബാക്കി. അപ്പൊ നമുക്കിത് ഇപ്പൊ ഇവിടെ വെക്കാം. നമുക്ക് ഇത് വെള്ളം തിളപ്പിച്ചെടുക്കാം ആദ്യം. ഓക്കെ. നമ്മുടെ മഞ്ജു ചേച്ചി ഇവിടെ നമുക്ക് എല്ലാം സെറ്റാക്കി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചു കഴിഞ്ഞു അല്ലേ ചേച്ചി? വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന് മുൻപ് അതിന് കൂടുതൽ നമ്മൾ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ബീഫ് നമ്മൾ ഈ ബ്രേക്കിനിടയിൽ അത് റെഡിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഈ വെളുത്തുള്ളിയും ജീരകവും കൂടി അരച്ചത് ഇടാൻ പോവാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മതി. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നോക്കി വേണം ഒഴിക്കാൻ. ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി? എങ്ങനെയാണ് ഇത്? നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ പാകമില്ലേ, ബോളുകളാക്കാൻ പറ്റണം. അപ്പൊ നമ്മുടെ ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആയില്ലേ ചേച്ചി? ഓൾമോസ്റ്റ് ആയി എന്ന് പറയാം. അതായത് തിളച്ച വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് പ്രധാനപ്പെട്ടത് തേങ്ങ മുഴുവൻ ഇട്ടു. ഇതിപ്പോ ഒരു തേങ്ങയുടെ തേങ്ങ ഉണ്ടാവും കേട്ടോ. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. തേങ്ങ എന്തോരം കൂടിയാലും രുചി കൂടും. ഒരുപാടാവണ്ട, എന്നാലും ഒരു തേങ്ങയൊക്കെ നല്ലതാ.
ഇനി ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് പൊള്ളും, പക്ഷെ ഇങ്ങനെ പതുക്കെ പതുക്കെ വേണ്ടി വരൂടാ. ഞാൻ ചെയ്തുതരാം. ഇത് ചെയ്യണത് വീട്ടില് എന്റെ പപ്പയാ കേട്ടോ. പപ്പയാണോ? എന്താന്ന് വെച്ചാ പപ്പയ്ക്ക് ആരോഗ്യമുള്ളൂ, ഇങ്ങനെ എടുത്ത് കുത്തു. പപ്പയെ കണ്ടോണ്ടാണ് എന്റെ ആരോഗ്യം പരീക്ഷിക്കുന്നതെങ്കിൽ എനിക്ക് തീരെ ആരോഗ്യമില്ല. ഇത് നിലത്തോട്ട് വെച്ച് അങ്ങോട്ട് കമ്മം കുമ്മാന്ന് പറഞ്ഞ കുഴക്കണം. അങ്ങനെയാണ് കുഴക്കേണ്ടത് അല്ലേ? ഇപ്പൊ ഞങ്ങൾ ഫുൾ സെറ്റാക്കി ഇവിടെ കുഴച്ച് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ദാ ഒരു ബോൾ ഞാൻ ഉണ്ടാക്കി. എങ്ങനെയുണ്ട്? ഇങ്ങനെയുള്ള ബോൾ നമ്മൾ സാധാരണ ആരെങ്കിലും എറിഞ്ഞിടാൻ വേണ്ടിട്ട് ഈ വലിപ്പത്തിലുള്ള കുഞ്ഞു ബോളുകളാണ് നമുക്ക് വേണ്ടത്. ഇത്രയാണോ വേണ്ടത്? കുറെ നേരമായിട്ട് അവിടെ നിന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടി കിട്ടില്ല. ആ പിടിയാണല്ലോ ഉണ്ടാക്കുന്നത്. എപ്പോ ഈ പിടി ഒരു പിടി കഴിക്കാൻ പറ്റും? അതൊക്കെ ആവും. ഒരു മുറത്തില് ന്യൂസ് പേപ്പർ ഒക്കെ ഇട്ട് ഇങ്ങനെ തരും. ഇവിടെ നിന്ന് ഇതേപോലെയുള്ള ബോളാക്കി ഇത് വെക്കണം. സീൻ അഭിനയിക്കാൻ പോണമായിരിക്കും. സത്യത്തിൽ അതാണ്. നിങ്ങൾക്കൊന്നും കാൽക്കുലേഷന് ബോധവും ഇല്ലാന്ന് പറയണതിന്റെ ഒരു തെളിവാണ്. ഇതൊക്കെ ബോംബ് പോലെ ആയിട്ടിരിക്കണം. ഇത് 2 ആക്കണം. ഇതിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒട്ടിപ്പോകും. ഒട്ടിപ്പോവാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തേക്ക് ഓരോ ഉണ്ടയായിട്ട് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് പൊടി ഇട്ട് കൊടുക്കും. പൊടി ഇടും. എന്നിട്ട് ഞാൻ ഓരോന്നായിട്ട് പറയും. ഈ ബോൾ ഇങ്ങോട്ട് ഇട്ടോ. ഇച്ചിരി സഹായം വേണമെങ്കിൽ ചേച്ചി ചെയ്യാം. വേണ്ട, പോയിട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് ഞാനിത് ഫുൾ ഉരുട്ടി ഇതൊക്കെ അച്ചില് വെച്ച പോലെ ഉണ്ടല്ലോ. ഞാൻ വേറെ ലെവലായി ചെയ്യും. ഒരു രക്ഷയില്ലാട്ടാ നീ. ഞാൻ ആരാന്നാ വിചാരം? അതല്ല പിന്നെ. അപ്പൊ ശരി, എന്നാ ചേച്ചി പോയിട്ട് പോയിട്ട് വാ. എന്തായി? എന്താവാൻ? എന്റെ നടുപിടിക്ക് തന്നെ വെച്ച സംഗതി സൂപ്പർ അല്ലേ? സൂപ്പറായടാ, സൂപ്പറായി. ഇതാര് കത്തിച്ചോ? ഇത്രയും വലിയ പണിയായിരിക്കും മറ്റേ പണി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അല്ല, ഇനിയിപ്പോ വലിയ പണിയൊന്നുമില്ല. അതായിരുന്നു ഏറ്റവും വലിയ പണി. ഇതൊന്ന് ചൂടായാൽ നമുക്ക് സവാള എടുത്തിട്ട് വരാം. ഞാൻ 4 മീഡിയം സവാളയും ഇത്രയും പോലും ചുവന്നുള്ളി, ചെറിയ ഉള്ളി, അത്രയാണിത്. അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അല്ലേ? വാരി അങ്ങ് കിട്ടോ. അല്ലെങ്കിൽ അങ്ങനെ കൂടെ നമുക്ക് കിട്ടാം. നമുക്ക് ഇച്ചിരി ഉപ്പിട്ടാം. നമ്മൾ ബീഫിന് ഉപ്പിട്ടെങ്കിലും ഉപ്പിച്ചിരി കുറവുണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടാലും കുഴപ്പമില്ല. കറിവേപ്പില ഇടാം. പച്ചമുളക് ബാക്കിയുള്ളതും കൂടി അങ്ങ് ഇട്ടേക്കാം. പച്ചമുളക് ഇട്ടു. ചെറിയ കാറ്റുള്ളതിന്റെയാണ് ഈ പ്രശ്നം. നമുക്ക് മറ്റേ സാധനത്തിലോട്ട് വെക്കായിരുന്നല്ലേ. ഇത് നല്ല ഗോൾഡൻ കളർ ആയി ഇപ്പോ. അപ്പൊ ഇനി നമുക്ക് പൊടികൾ ഇടാം. ആദ്യം മല്ലിപ്പൊടി. ഇതിപ്പോ ഞാനൊരു 3 സ്പൂൺ അളന്ന് വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടോളൂ. മുളക് പൊടി അത് അളന്ന് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇതിന് ഇച്ചിരി എരിവുള്ള സ്ഥിതിക്ക് അത്ര ഇടണ്ട കേട്ടോ. ഇച്ചിരി കൂടി ഇട്ടോ. ഒരു 2 സ്പൂൺ. ഇനി മഞ്ഞപ്പൊടി വേണം. നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മതി. ബാക്കി കുറച്ച് ഗരം മസാലയും കൂടി ഉണ്ട്. അപ്പൊ ഇതൊന്ന് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറണം. ഒരു മണമൊക്കെ വരുന്നുണ്ടോ? അതോ എന്റെ തോന്നലാണോ? ഇനിയിപ്പോ ഇത് നമ്മൾ ഇതൊന്ന് വേഗം ആക്കിയിട്ട് വേണം. എനിക്കിനി ഒരുപാട് പണികളുണ്ട്. എന്റെ സീനുകൾ ഇനി കുറെ എടുക്കാനുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഞാൻ മറന്നു എന്നോട്. തക്കാളി. അപ്പൊ മസാല മൂത്തു. ഇതൊരു 2 തക്കാളി ഇടുക. നമ്മുടെ രണ്ടാം പാലാണ് ഒഴിക്കുന്നത്. അത്ര ഇപ്പൊ ഒഴിക്കാം. കാരണം ബീഫില് വെള്ളമുണ്ട്. ഈ ബീഫും കൂടി അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ച ഈ ബീഫ് ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഈ പാലിൽ കിടന്ന് ഒന്നുകൂടെ വേകണം. ഈ വെള്ളത്തിലാണ് ഇനിയിപ്പോ ഇതിന്റെ ഗുണം ഇരിക്കുന്നത്. കാരണം തേങ്ങാപ്പാലും ബീഫും വെന്ത വെള്ളമല്ലേ. തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നെ ഉറപ്പായിട്ടും ഉണ്ടാവും. നമുക്ക് ഇതിനകത്തോട്ട് ഒരു സാധനം കൂടി ഇടണം. കാണിച്ചു തരാം. ഈ പാല് പിഴിഞ്ഞ കറിയിൽ ഇച്ചിരി കിഴങ്ങ് കിടന്ന അതിനൊരു സ്വാദാണ്. അപ്പൊ ആ ചാറിൽ നമ്മൾ ഈ കിഴങ്ങ് അങ്ങ് പൊടിച്ചങ്ങ് തിന്നുമ്പോ അപ്പൊ അങ്ങ് ഇട്ടേ. ഓക്കെ. അപ്പൊ ഇനി നമുക്കിത് അടച്ചു വെച്ച് അങ്ങ് വേവിക്കാം. നടന്നു. അവിടെ ഭയങ്കര ദേഷ്യമാണോ? പിന്നെ ബീഫിന്റെ മുമ്പ് വരുമ്പോ ഈ ദേഷ്യം നമ്മൾ കാണുന്നില്ലല്ലോ. നല്ല പിടിയും ബീഫ് കറി റെഡിയാക്കിക്കൊണ്ടിരിക്കാന്ന് പറ. രക്ഷയില്ല. ഇച്ചിരി കൂടുതലല്ലേ?
സൂപ്പറാ. നമ്മൾ പിടി ഉരുട്ടി വെച്ചിട്ടേ ഉള്ളൂ, വേവിച്ചിട്ടില്ല. അത് ഇതേപോലെ ഒരു ഉരുളിയിൽ തിളച്ച വെള്ളം ഒഴിച്ച് ചൂടാക്കി വേവിക്കണം. അതിന് ആദ്യം നമുക്ക് വെള്ളം ചൂടാക്കണം. ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ ചേച്ചി നമ്മളിത് രണ്ടും ഇത് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് രണ്ടും ഒന്ന് ആയി വരാനുള്ള ടൈം ഒരു 10 മിനിറ്റ്. സംഭവം ഇങ്ങനെ കിടന്ന് തിളച്ച് റെഡിയായി, നല്ല നെയ്യൊക്കെ തെളിഞ്ഞു. ഇനിയിപ്പോ അവസാനത്തെ പരിപാടി നമ്മുടെ തലപ്പാൽ അങ്ങ് ഒഴിക്കുക. ഒന്നാം പാല് ഒഴിക്കാൻ കൂടെ വട്ടത്തിൽ അങ്ങ് ഒഴിച്ചോ. എന്താ ഒരു സുഖം. പൊളിച്ച് ഇത് മാറ്റി വെക്കാം. നമുക്ക് വെള്ളം ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഇനി താളിക്കാനുള്ള പാത്രം ഇങ്ങോട്ട് വെക്കും. ഇതാണെന്ന് തീ കൂടുതൽ. താളിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? കടുക് വേണം, ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് വേണം, വേപ്പില, ഉണക്കമുളക്. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഇപ്പൊ നമ്മുടെ കറി സെറ്റായി. ഇനി ഈ പിടി ഓൾറെഡി നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് ഇതാക്കിയത് കൊണ്ട് നല്ലോണം വെന്തതാണ്. പക്ഷെ അതൊന്നും കൂടി നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് വീണ്ടും ഒന്നും കൂടി വേവിക്കും. അതിനൊരു കണക്കൊക്കെ ഉണ്ട്. പിടി വെള്ളത്തിന്റെ മേളിൽ ഇങ്ങനെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കണം. അതങ്ങ് സെറ്റ് ആവും അതിനകത്തിരുന്ന്. ഇതാ വെളിച്ചെണ്ണ ചൂടായി. കടുകിട്ടാലോ? ഉണക്കമുളക് ഇടാം. ഇവിടെ വെച്ചോ അപ്പ, ഇവിടെ വെച്ചോ, ഇതിന്റെ മുകളിൽ വെച്ചോ. ഇതിപ്പോ അത് ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട. ഈ ഉരുളി നമ്മൾ ഓൾറെഡി കുഴച്ചതാണ്, പൊടി കുഴച്ച ഉരുളിയാണ്. അപ്പൊ അതിനകത്തോട്ട് ആ വെള്ളം അങ്ങോട്ട് ഒരു പാതി വെള്ളം ഒഴിക്കും. എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഓക്കെ മതി. മാറ്റി വെക്കാം. നമ്മളെന്തോ ഒരു അന്യഗ്രഹ ജീവികളെ പോലെ ഒരു സൈഡിൽ നിൽക്കുന്നു. വരുന്നവർ ഇങ്ങനെ നോക്കുന്നു, എന്തോ ബോൾ ഉണ്ടാക്കുന്നു. എന്താണ് ഇവർ ചെയ്യുന്നത്? അപ്പൊ അത് സെറ്റായി. ഇത് സെറ്റായി. നമുക്ക് കറിയിലോട്ട് അങ്ങ് താളിച്ചിടാം. കറി റെഡി ആയിട്ടുണ്ട്. അയ്യോ, കറിയുടെ പേര് ഞാൻ മറന്നുപോയി. എപ്പോഴും ബീഫ് പാല് പിഴിഞ്ഞത് റെഡി ആയിട്ടുണ്ട്. ഇനി പിടിയെ സെറ്റാക്കി എടുക്കാനുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പിടി സെറ്റായാൽ നമ്മൾ ഓക്കെയാണ്. സെറ്റായി. ഇതാ വെള്ളം തിളച്ചു തുടങ്ങി. നമുക്കിതിനി മെല്ലെ, ഒന്നിനും വേദനിക്കാതെ മെല്ലെ അതിനെ അങ്ങോട്ട് എല്ലാ ഒരു സ്ഥലത്ത് കൂമ്പാരം കൂട്ടിയിടരുത്. കൊണ്ടാ ഞാനിടാം. അപ്പൊ ഞാൻ മെല്ലെ ഇടുവാണേ. കണ്ട ആ കാഴ്ച കണ്ടോ? ഈ വശം വെച്ച് ഇത് ഇളക്കാൻ പാടും. പക്ഷെ ഇതിന് ഇച്ചിരി കൂടി വെള്ളം വേണമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ചൂടാക്കി വെള്ളം എടുത്തോ. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ്. അങ്ങനെ നമ്മുടെ പരിപാടി തീർന്നിരിക്കുകയാണ്. അപ്പൊ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആദ്യം ഞാൻ രുചിച്ച് നോക്കിയിട്ട് മതി മറ്റുള്ളവർ രുചിക്കാൻ. നിനക്ക് തന്നിട്ടേ ഞാൻ തരും, കൊടുക്കുള്ളൂ. അപ്പൊ നമുക്കിത് തുറന്നാലോ? പിടി ഇരിക്കുന്നത് കണ്ടില്ലല്ലോ. തൽക്കാലം കടാ ജ്യൂസി ആയിട്ട് ഇങ്ങനെ ഇനിയിപ്പോ എല്ലാരും അവിടെ ഷൂട്ട് നിർത്തി ഇങ്ങോട്ട് വരും കേട്ടോ. സംഗതി റെഡി ആയിട്ടുണ്ട്. എന്താ ഒരു തള്ളല്? പിടി കണ്ടിട്ട് എന്റെ പിടി വിട്ടു എന്തെങ്കിലും പറഞ്ഞൊന്ന് തീർക്കത്ത് കഴിക്കാനോ അല്ലേ? ഇത്രയും നേരം ആരും ഇവിടെ കണ്ടില്ലായിരുന്നല്ലോ. ഞാൻ ഉരുട്ടി ഐശ്വര്യമായിട്ട് ഇതിന്റെ എല്ലാമായ പരമ്പരാഗതമായ രീതിയിൽ എങ്ങനെ കഴിക്കാൻ. മോശമാണെങ്കിൽ ഞാൻ മോശം തിന്നോ കേട്ടോ. പൊളിച്ചു, ഗംഭീരമായി അല്ലേ? ഒരു പിടി എടുക്കാം. ചെറുതില്ലേ
അടിപൊളിയായിട്ടുണ്ട്. സന്തോഷം.